ഇന്നലെയും മിനിയാന്ന് ഇവിടെ ജന്തർ മന്ദറിൽ നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഡൽഹിയിൽ CPM-ൻ്റെയും CPI-യുടെയും നേതൃത്വത്തിൽ ഹമാസിൻ്റെ കൂടി അടയാളമായിട്ടുള്ള കഫിയ അണിഞ്ഞുകൊണ്ട് ഇവിടെ പാലസ്തീൻ ഐക്യദാർഢ്യ സമരം CPM നടത്തുന്നു. മറുവശത്ത് ഈ ഭാരതാംബയുടെ പേരിൽ നടക്കുന്ന ഈ വിവാദം, ബാക്കി എല്ലാവരും ബഹളം ഉണ്ടാക്കുന്നു, ഞാൻ പിറകിലായി പോകരുത് എന്ന് വിചാരിച്ചിട്ട് ശിവൻകുട്ടി കാണിക്കുന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഭാരതാംബ RSSൻ്റെയോ BJP-യുടെയോ അല്ല. 1936 മഹാത്മാഗാന്ധിജിയാണ് ഭാരതാംബയുടെ ചിത്രമുള്ള ഭാരത് മാതാ മന്ദിർ വാരണസിയിൽ തുടങ്ങുന്നത്. അതിനു മുൻപ് അബനീന്ദ്രനാഥ ടാഗോർ വരച്ചിട്ടുള്ള ചിത്രം, ആ ചിത്രത്തിൽ നിന്നാണ് ഈ ഭാരതാംബ എന്നുള്ള ഇന്നത്തെ ഈ രൂപം പുറത്തു വരുന്നത്. അപ്പോൾ ഇതിൽ RSSൻ്റെ പേരിൽ ഒരു വിവാദം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഒരു ശ്രമം, ആ ശ്രമമാണിപ്പോൾ ശിവൻകുട്ടിയും ബാക്കിയുള്ള ആൾക്കാരും നടത്തുന്നത്. അത്തരത്തിലുള്ള അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമം ത്തിൽ യാതൊരു അർത്ഥവുമില്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം വോട്ട് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൻ്റെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമത്തിനപ്പുറത്ത് ഈ പറയുന്ന വിവാദത്തിന് മറ്റൊരു പ്രസക്തിയുമില്ല. രാജ്യം മുഴുവൻ അംഗീകരിക്കുന്ന പ്രതീകമാണ് ഭാരതാംബ എന്നുള്ളത്. അതിലെന്തുകൊണ്ടാണ് ശിവൻകുട്ടിക്കും ബാക്കിയുള്ള ആളുകൾക്കും വിഷമമുണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഈ ചങ്കിലി ചൈനയാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ഭാരതാംബയോട് വിരോധം ഉണ്ടാവാം. ഈ ചെങ്കൊടി മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ, അത് മാത്രമേ പാടുള്ളൂ എന്നുള്ള താല്പര്യവും അതിൻ്റെ പിന്നിലുണ്ടാവും. ഇപ്പോൾ നിലവിൽ നേരത്തെ ഗവർണർ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയതാണ്. നമ്മൾ കേട്ട ഒരു കാര്യം, ഔദ്യോഗിക പരിപാടിയിൽ നിന്നും ഇത്തരം ചിത്രങ്ങൾ ഒഴിവാക്കും, അത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ടുള്ള നീക്കമുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നത്തേതും സർക്കാരുമായി ചേർന്ന് നടത്തുന്നൊരു പരിപാടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഔദ്യോഗിക പരിപാടികളിലും ഇത്തരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഹിതകരമല്ല എന്നതാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ അഭിപ്രായം. ഒന്നാമത്തെ കാര്യം, ഗവർണർ അങ്ങനെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഗവർണർ പറഞ്ഞോ പറഞ്ഞില്ലയോ എന്നുള്ളതൊക്കെ രാജ്ഭവനാണ് വിശദീകരിക്കേണ്ടത്. ഈ കാര്യത്തിൽ രാജ്ഭവൻ ഇങ്ങനെ ഉൾപ്പെടുത്തുമെന്നോ അല്ലെങ്കിൽ ഒഴിവാക്കുമെന്നോ ഔദ്യോഗികമായിട്ടൊരു പത്രക്കുറിപ്പും വന്നിട്ടില്ല. അപ്പോൾ ഇതിനോടൊരു അയിത്തം ഉണ്ടായാലും ഇല്ലെങ്കിലും എന്തിന് ഭാരതാംബയോട് അയിത്തം കാണിക്കണം, അതിൻ്റെ കാര്യമാണ് വിശദീകരിക്കേണ്ടത്. ഇവർ പറയുന്നത് RSS ആണെന്നാണ്. RSS ആണെന്നുള്ളത് തെളിവ് വേണമല്ലോ. RSS അല്ലല്ലോ, അബനീന്ദ്രനാഥ ടാഗോർ RSS ആണോ? കഫി അണിയുന്നതിൽ എന്താ പ്രശ്നമില്ല. അപ്പോൾ പിന്നെ ഭാരതാംബയോട് എന്താ വിരോധം? ഇതാണ് പ്രശ്നം. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ തോതിൽ പ്രചാരണമൊക്കെ നടന്നു. അതിൽ LDF-ഉം UDF-ഉം PDP-യുമായും ജമാഅത്തെ ഇസ്ലാമിയുമായൊക്കെ കൂട്ടുചേർന്നു എന്നുള്ള തരത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ തന്നെ സജീവ ചർച്ചയായതുമാണ്. അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ചെയ്യുന്നു. എന്താണ് പ്രതീക്ഷകൾ ഇത്തരത്തിലുള്ള ഒരു സഖ്യത്തെക്കുറിച്ച്, ഇതൊരു പരസ്യമായ സഖ്യത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, ഭീകരവാദികളുമായിട്ട് കൂട്ടുകൂടിയിട്ടാണെങ്കിലും 4 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് നിലമ്പൂരിൽ ഇവർ രണ്ടുപേരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. CPM നേതൃത്വത്തിലുള്ള മുന്നണിയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയും. അതിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ, പ്രചരണത്തിൻ്റെ ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെയുള്ളതായിരുന്നെങ്കിൽ ഇപ്പോൾ RSSുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയിട്ടുള്ള വിവാദങ്ങളാണ്. ജനകീയ വിഷയങ്ങളും നാടിൻ്റെ വികസനവുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും 7 പതിറ്റാണ്ട് കേരളത്തിൽ മാറി ഭരിച്ച ആളുകൾ അവർക്ക് ഉന്നയിക്കാനില്ലാത്തതുകൊണ്ട് അവർ RSSനെ ഇതിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ ചർച്ചയുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വശത്ത് മതഭീകരവാദികളുമായിട്ട് കൂട്ടുകൂടുക, മറുവശത്ത് RSSൻ്റെ പേരിൽ പരസ്പരം പഴിചാരുക. RSSന് ഈ 2 മുന്നണികളുമായിട്ടുള്ള ബന്ധം വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ RSS പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് CPM-കാരുടെ കൈകളിലാണ്. വാടിക്കൽ രാമകൃഷ്ണൻ തൊട്ട് രഞ്ജിത്ത് ശ്രീനിവാസൻ വരെയുള്ളവരുടെ രക്തക്കറയാണ് CPM-ൻ്റെ കൈകളിലുള്ളത്, പുരണ്ടിട്ടുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ
ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ടപ്പോൾ അതിനെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ട് നിന്ന പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. അപ്പോൾ ഇവരൊക്കെ ഈ സംഘടനയുമായിട്ട് ഇവർക്കൊക്കെ എന്ത് തരത്തിലുള്ള ബന്ധമായിരുന്നു എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരു വിവാദമുണ്ടാക്കി വലിച്ചിഴച്ച് വിവാദമുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. വികസന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം മാത്രമാണ് ഈ പറഞ്ഞതെല്ലാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. CPIM ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സംസ്ഥാന സെക്രട്ടറിയാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അറസ്റ്റുമായി ബന്ധപ്പെട്ട്. അതിനെ അത്ര ലാഘവത്തോടെയാണോ കാണേണ്ടത്? അതിന് നൽകേണ്ട മറുപടി കുറേ കൂടി ഷാർപ്പായ മറുപടിയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, എന്ത് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്? അദ്ദേഹം RSSുമായി ചേർന്നുള്ള ബാന്ധവത്തെക്കുറിച്ചാണ് CPIM സംസ്ഥാന സെക്രട്ടറി പറയുകയുണ്ടായത്. RSSുമായി ചില സാഹചര്യങ്ങളിൽ സഹകരിച്ചിട്ടുണ്ട് എന്നടക്കം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അല്ല, RSSുമായിട്ട് സഹകരിക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികൾ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ജനാധിപത്യത്തെ ഇല്ലാതാക്കിയപ്പോൾ അന്ന് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് RSS ആണ്. RSS പ്രവർത്തകരുൾപ്പെടെയുള്ള ആളുകൾ അതിൽ നേതൃത്വം നൽകിയിരുന്നു. പി നാരായൺജി ഉൾപ്പെടെയുള്ള ആളുകൾ, ജനസംഘത്തിൻ്റെ അന്നത്തെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ കാണാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതികരണം എന്തായിരുന്നു എന്നുള്ളതൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. CPM ആ കാലത്ത് ജനാധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാകുന്നതിന് വൈമനസ്യം കാണിച്ചിരുന്ന പാർട്ടിയാണ്. അവർക്ക് ഭയമായിരുന്നു. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിനെതിരായിട്ട് അത്രയും അങ്ങനെ പരസ്യമായിട്ട് രംഗത്തിറങ്ങാൻ ബുദ്ധിമുട്ടാണെന്നാണ്. പക്ഷേ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ കൂട്ടത്തിലുള്ള ധാരാളം ആളുകൾ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയും ജനാധിപത്യ വിരുദ്ധ നടപടികളെയും എതിർത്തിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് 77 അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടതിന് ശേഷം കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ CPM പ്രവർത്തകരായിരുന്ന ആളുകൾ CPMൻ്റെ നിഷ്ക്രിയത്വത്തിൽ മനം മടുത്തിട്ടാണ് RSSുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. അതിനെ തുടർന്നാണ് കണ്ണൂരിലെ സംഘർഷങ്ങളുടെയൊക്കെ തുടക്കം ഉണ്ടാകുന്നത്. ഒരു കാര്യം കൂടി അവസാനിപ്പിക്കാം. ഈ ഇറാനിൽ സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനിലും ഇസ്രയേലിലുമാണെങ്കിലും അവിടെ നിന്നുള്ള മലയാളികളുടെയൊക്കെ ഒരു മടങ്ങിവരവ് സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. താങ്കളുടെ ഭാഗത്തു നിന്നും അക്കാര്യത്തിലുള്ള ഇടപെടലുകൾ ഏതെങ്കിലും തരത്തിലുള്ള? ഇന്ത്യൻ എംബസി ഈ എല്ലാ സ്ഥലങ്ങളിലും, അത് ഇസ്രായേലിലാണെങ്കിലും ഇറാനിലാണെങ്കിലും, ഇന്ത്യൻ എംബസി അതത് സ്ഥലങ്ങളിലുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുമായിട്ട് നിരന്തര ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ എംബസി എല്ലാ ഇന്ത്യക്കാരോടും പറഞ്ഞിരിക്കുന്നത് എംബസിയുമായിട്ട് റെഗുലർ ടച്ചിൽ ഉണ്ടാകുക, കോണ്ടാക്റ്റിലുണ്ടാവുക. അവിടെ നിന്ന് തിരിച്ചു പോരണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് അവിടുത്തെ സാഹചര്യങ്ങളിൽ ഏതൊക്കെ തരത്തിൽ അവരെ അവിടെ നിന്ന് മടക്കിക്കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിനുള്ള മാർഗങ്ങൾ ഇന്ത്യൻ എംബസികൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അർമേനിയ വഴി ഒരു സംഘം ഇന്ത്യയിൽ എത്താൻ വേണ്ടിയിട്ട് ഇന്നലെ എത്തും എന്നുള്ളതായിരുന്നു വാർത്തകൾ. തുടർന്നുള്ള ദിവസങ്ങളിലും അങ്ങനെ ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം വിദേശകാര്യ വകുപ്പും അതത് സ്ഥലങ്ങളിലെ എംബസികളും ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തെല്ലായിടത്തും ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അപകടത്തിൽപ്പെടുന്ന ഇന്ത്യക്കാരെ മുഴുവൻ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അതിനു വേണ്ടിയിട്ടുള്ള കൺട്രോൾ റൂം ഓപ്പൺ ചെയ്യുക, അതിനു വേണ്ടിയിട്ട് ഇന്ത്യക്കാരുമായിട്ട് നിരന്തരമായിട്ടുള്ള ബന്ധം പുലർത്തുക, ആ സ്ഥലങ്ങളിലെ സുരക്ഷിതത്വവും സാഹചര്യവും വിലയിരുത്തിക്കൊണ്ട് എങ്ങനെ എപ്പോൾ ആളുകളെ ഏത് വഴിയിലൂടെ അവിടെ നിന്ന് ഒഴിപ്പിക്കണം എന്നുള്ള മാർഗങ്ങൾ ആരായുകയും അതിനുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്യുന്നത് അതത് സ്ഥലത്തെ ഇന്ത്യൻ എംബസികൾ സജീവമായിട്ട് ഇക്കാര്യത്തിൽ വ്യാപൃതരാണ്.